അല്ല പപ്പനെ വിളിച്ചിട്ട് നിങ്ങൾ അരീക്കോടുക്ക് വാന്ന് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ സെറ്റായോ? ആ ഇക്ക സെറ്റാ ലിപ്സ്റ്റിക്കും പൗഡറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനും ഇക്കിതാ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷോപ്പിൽ പോയിക്കൊണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞങ്ങൾ രണ്ടാളും വെറുതെ വിളിച്ചു. അപ്പൊ പപ്പനെയും ഉമ്മാനെയും ഒക്കെ സർപ്രൈസ്. അപ്പൊ നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇപ്പോഴത്തെ രണ്ടാമത്തെ നമ്മുടെ ബോക്സും പൊളിച്ചിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിതാ ഞാനൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഇതാ മാറ്റി ഒരുങ്ങിയപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടോ പോകേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ ഉമ്മാക്കും പപ്പാക്കും നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്ന് പറഞ്ഞാൽ അവരെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ച് ആളെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫുഡും ട്രീറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യം അവർക്ക് അറിയില്ല. ഞാനിപ്പോൾ വല്ല പപ്പനെ വിളിച്ചിട്ട് നിങ്ങൾ അരീക്കോടുക്ക് വാന്ന് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനും ഇക്കയാണ് പോകുന്നത്. ഹസുട്ടി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസു ഉമ്മമാൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം പോയി വരാം. ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ അരീക്കോട് പോവാണ്. അപ്പോൾ അവരെ സന്തോഷം എങ്ങനെയാണെന്ന് അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ടോപ്പൊക്കെ ഇട്ടിട്ട് ഇതാ ഇക്ക സുന്ദരനാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇക്കയുടെയും റെഡി ആയിട്ട് നമ്മൾ പോകും കേട്ടോ. ഇക്ക നിങ്ങൾ സെറ്റായോ? ആ ഇക്ക സെറ്റാ ലിപ്സ്റ്റിക്കും പൗഡറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അല്ല കേട്ടോ ഗൈസ്, അതൊരു പൗഡർ കൂടി ഇടില്ല. വെറുതെ ജസ്റ്റ് ഒരു സുറുമ മാത്രമേ ഇടുള്ളൂ. അതും ചിലപ്പോൾ വല്ലപ്പോഴും എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഇക്കാൻ്റെ കൂടി റെഡിയാണ് ഞങ്ങൾ പോകും. അപ്പോൾ നമുക്ക് ആദ്യം പപ്പാനെ വിളിച്ചു നോക്കാം. ഓക്കെ ഇക്ക റെഡി ആയിക്കോളൂ. നമുക്ക് എൻ്റെ പപ്പനെ വിളിക്കട്ടെ കേട്ടോ. എന്നാൽ അരീക്കോടുക്ക് വരാമെന്ന് പറയാൻ വിചാരിച്ചു. എടുക്കുന്നില്ലല്ലോ ഗൈസ്, എന്ന് പറ്റി. എടുക്കുന്നില്ലല്ലോ ഗൈസ്, പണി പാളിയോ? സാരല്ല, നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം കേട്ടോ. എൻ്റെ വലിയ അനിയനെ വിളിച്ചിട്ട് ആളെ കൊണ്ടുവരാൻ പറയാം. ആരും എടുക്കുന്നില്ലല്ലോ ഗൈസ്. ഹലോ, ഈ പപ്പനെയും കൂട്ടി വേഗം വാ. ഞാൻ വിളിച്ചു, പക്ഷെ ആളെ കിട്ടുന്നില്ല. ഈ പപ്പനെ വിളിച്ചോണ്ട് പപ്പ വീട്ടിലുണ്ടാവും നോക്ക്. എന്നാ പള്ളിക്ക് പോയി നോക്ക്, പക്ഷെ കോൾ എടുക്കണില്ലല്ലോ. ആ എന്നാ വാ. അപ്പം ഞാൻ അനിയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇക്ക റെഡി ആയിട്ട് നമ്മൾ പോകേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പം ഞാനും ഇക്കിതാ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കലേക്കാ. ഒരുപാട് വലിയതൊന്നല്ല, നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കുറച്ച് നേരം അല്ലേ ആണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത് സർപ്രൈസ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോ ഇതാ അപ്പൊ ഇതാ ഒട്ടും പ്രതീക്ഷിക്കാതെ പോലെ വിളിച്ചു.
പോലെ പോലമ്മ ഷെബിയുടെ ശരി നമുക്ക് ചെറിയൊരു സർപ്രൈസ്. ഞങ്ങൾ രണ്ടാളും വെറുതെ അല്ല വിളിച്ചിരുത്തി. ഞങ്ങൾ ആനിവേഴ്സറി ചെറിയൊരു സർപ്രൈസ് തരാൻ വേണ്ടിട്ടാ. വരി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂടുക. ഓന് ചെറിയ ചുമണ്ടുമ്മ. അപ്പൊ പപ്പയും ഉമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവർക്കൊരു സർപ്രൈസ് എടുക്കാൻ വേണ്ടിട്ട് പോവാട്ടോ. പോലമ്മ പപ്പേ പോലെ ഞങ്ങൾ ആനിവേഴ്സറി നമുക്ക് പൊളിക്കണേ. അപ്പൊ നമ്മള് പോവാൻ വേണ്ടിട്ട് നിക്കാണ്. ഇക്ക പോലെ എന്നാ വരി വരി വരി. അപ്പം നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവർ ഷോപ്പിലുണ്ട്, അവിടെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ അവർ വന്നിട്ട് വേണം നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. വലിയ സർപ്രൈസ് ഒന്നുമില്ല, ഇതൊക്കെ തന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തന്നെയാണ് കേട്ടോ. കേക്ക് വേണ്ടാന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ കേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ കടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്തായാലും അവർ വരട്ടെ കേട്ടോ. നമ്മളെ പാർട്ടിയൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനൊരു നൈറ്റിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് കൊടുത്ത സർപ്രൈസ് അവർക്ക് എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ പോരാൻ നേരത്ത് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ടൈം കുറേ ആയി. ഹസുട്ടിൻ്റെ അടുത്തേക്ക് വേഗം വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരുപാട് വലിയ സർപ്രൈസ് ഒന്നുമല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് പോരാമെന്നാണ്. കേക്ക് ഓർഡർ ചെയ്യാൻ നിന്ന ടൈമിൽ പപ്പ പറഞ്ഞു കേക്ക് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ 2 അനിയന്മാർക്കും പോരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് പാർസൽ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. കാരണം വലിയ ആളെന്തോ വണ്ടിയുടെ കാര്യത്തിന് പോയതായിരുന്നു. ചെറിയ ആൾക്ക് ഷോപ്പിൽ തിരക്കാന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ സംഭവം എന്തായാലും നല്ല അടിപൊളിയായി. കാരണം ഒരു എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഡ്രസ്സ് വാങ്ങാനും ടൈമിലായിരുന്നു. കാരണം പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇന്നാണ് ആനിവേഴ്സറി. അപ്പോൾ ഒന്നും അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ആനിവേഴ്സറികളൊക്കെ വരുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വന്ന് ഇനി മുഖക്കൊന്ന് ഫ്രഷായിട്ട് ഇതാക്കണം. പിന്നെ വേറൊരു കാര്യം, നമുക്കിന്ന് വേറൊരു സംഭവമുണ്ട്. ഇക്കാൻ്റെ കുറ്റി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇക്കാൻ്റെ കുറ്റിയൊക്കെ പൊട്ടിച്ചിട്ട് അതിലെ ക്യാഷൊക്കെ എത്രയും നോക്കണം. അപ്പോൾ ഇക്ക പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആ ഒരു കുറ്റി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോകണം ഗൈസ്. ഓക്കെ ബാ. അപ്പം നമ്മുടെ ഇതാ കുറ്റി പൊളിക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. കുറ്റി ഒരുപാടുണ്ടോ? അപ്പോൾ ഇവിടെ കുറ്റി പൊളിക്കാണ് ഗൈസ്. ആഹാ അല്ല, ഞാൻ എപ്പോഴെങ്കിലും ക്യാഷ് എടുത്തീനെ? ഇണ്ടടാ, എനിക്ക് നിങ്ങളെ ക്യാഷ് ഒന്നും വേണം, എനിക്ക് എൻ്റെ അടുത്ത് തന്നെയുണ്ട്. അല്ല ഇനി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു ഞങ്ങളെ കട്ടെടുക്കേണ്ട, ഞാൻ എടുക്കേണ്ട ചെക്ക സത്യം പറഞ്ഞോളി. അങ്ങനെയൊക്കെ വിചാരിക്കും ചില ആൾക്കാർ. ബാഡ് കമൻ്റൊക്കെ പൊടിപൂരം കളിക്കുകയെ. അതൊന്നും പറയണ്ട, ഞാൻ നല്ല ഭാര്യയല്ലേ? എന്തൊരു ചിരി അല്ല തോന്നിയോ? അല്ല അപ്പൊ അതിൻ്റെ അർത്ഥം ഞാൻ മോശമാണ്. കുഴപ്പമില്ല, പോട്ടെ. ഗൈസ് കണ്ടില്ലേ, കള്ളന്മാർ കൊണ്ടുപോകുന്നതിന് ഒരുപാട് ബാൻഡേജൊക്കെ ചുറ്റി സെറ്റാക്കിയാണ്. അപ്പോൾ ബിസ്മില്ലാഹ് പൈസ കട്ട് ചെയ്യണ്ടക്ക. പിന്നെ 2 കുറ്റി ഉണ്ട് ഗൈസ്. ഒന്ന് ഹസുവിൻ്റെ കയ്യിലുണ്ട്.
അമ്മേ പൈസ നോക്കിട്ടാ. കറണ്ടും പോയല്ലോ. കറണ്ട് പോയി ഗൈസ്. നമ്മുടെ ഫോണിന്റെ ലൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത നമുക്ക് പൈസ കയറി നോക്കിയോളിട്ടാ. അപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയല്ല ഗൈസ് പൊളിക്കുന്ന ഈ കട സമ്പാദ്യം. പപ്പാന്റെ എന്താ പറയാ ഡെയിലി ഇടേണ്ടത് ഡെയിലി ഇടേണ്ട നിങ്ങള് തോന്നുമ്പോ തോന്നുമ്പോ ഇട്ട് ശേഖരിച്ച 2 കുറ്റിയാണ് ഗൈസ് ഉള്ളത്. 2 മഞ്ഞ കുറ്റികളാണ്. അപ്പോൾ ഇത് 2 പൊളിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തരുന്ന പറഞ്ഞിട്ടുള്ള കേട്ടോ അല്ലേ. നമ്മൾ നല്ലൊരു മുഹൂർത്തത്തിൽ കറണ്ട് പോയിട്ട് ഗൈസ്. അപ്പോൾ കറണ്ട് ഇല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വാവ് ആയിട്ട് എത്ര പൈസ ഉണ്ട്? നല്ല കൂടി പൈസ ഉണ്ട്. വാവ് ആയിട്ട് എന്റെ അടുത്ത് കൈ ബോക്സ് ഇങ്ങനെ വന്നു. ഒരു 3000 അല്ലെങ്കിൽ 2000 കറക്റ്റ് ആവുകയാണെങ്കിൽ 2000 അല്ലേ 3000 അതിലേതെങ്കിലും 2 ഓപ്ഷൻ ഇട്ടോ. ആകാംക്ഷയോടെ ദാ കുരുന്ന് ബേബിയും ഞാനും വെയിറ്റ് ചെയ്യണ്ട ഗൈസ്. പക്ഷെ കറണ്ട് പോയിട്ട് ഗൈസ്. എൻ്റെ കുട്ടിയോ? അമ്മേ 100. ഞാൻ അപ്പം തന്നെ പറഞ്ഞില്ല എൻ്റെ റബ്ബേ. അപ്പോൾ അത് കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുത്തത് പെട്ടെന്ന് സ്റ്റെക്കായി പോയിട്ടോ. അപ്പോൾ അതങ്ങനെ ക്യാഷ് ഇതങ്ങനെ വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തമാശ നടന്നിട്ടോ. എവിടെയാ ക്യാഷ് ഇക്കാം? ഫേനൊക്കെ. അപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ട്വിസ്റ്റ് നടന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്ന മാതിരി കട്ടായി പോയിട്ട് ഈ ഒരു 100 രൂപ കാരണം ഒരു ബോക്സ് കട്ടാക്കിയപ്പോൾ ആയതാണ്. അപ്പോൾ അത് ക്യാഷ് ഇങ്ങനെ വീഴുന്നുണ്ട്. എത്ര ഉണ്ടാവും എന്നറിയില്ല. ഈ ഒരു കുറ്റിയിലെ ക്യാഷാട്ടാ. ഉമ്മച്ചിക്ക് തരുമോ? ഇല്ല. ഓ എൻ്റെ പപ്പി ഉമ്മയ്ക്ക് തരില്ലല്ലേ? അത് കയറിയിട്ടൊന്നുമില്ല. അപ്പോഴത്തെ 2ാമത്തെ നമ്മുടെ ബോക്സും പൊളിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ 2000 3000 ഒക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇത് കുറേ ഉണ്ടിട്ട് ഗൈസ്. ഒരു രസമായിട്ട് ഞങ്ങളിങ്ങനെ പൊളിക്കട്ടെ. ഹസുട്ടി ഉണ്ട് ഇവിടെ 2000 3000 എനിക്ക് തോക്ക് വാങ്ങാനുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് ആൾ ഇവിടെ ശേഖരിക്കുന്നുണ്ട്. ഇക്കാൻ്റെ സമ്പാദ്യങ്ങൾ ജസ്റ്റ്. അപ്പോൾ ഇതാ നമ്മളിത് ക്യാഷ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാനോട് 2000 അല്ലെങ്കിൽ 3000 രൂപ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ അതിലേറെ ഉണ്ടെങ്കിൽ തോന്നുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് എത്ര രൂപയെന്ന് കാണട്ടെ. അതൊക്കെ കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ചെറിയൊരു ഫണ്ണിയായിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഇതാ 500 രൂപേൻ്റെ എടുത്ത് കൊടുക്കാം കേട്ടോ. ഇത് വലിച്ചാലറിയോ? അതിട്ടേ പപ്പക്ക് 500 എടുത്തെടുത്താ. ഹസുട്ടിയേ ഇതെന്തിന്റെ ക്യാഷാ? എന്തിനുള്ള ക്യാഷാ പപ്പ എടുത്ത് വെച്ചേ? ഫീസ് അടക്കാനോ? ഇത് ഹസുട്ടിന്റെ ഫീസ് അടക്കാനായിരുന്നു. ഹസുട്ടി മാറ്റി വെക്കാൻ കേട്ടോ. 300 രൂപ ഫീസ് അടക്കാനേ. പിന്നെന്തിനുള്ള ഹസുട്ടിക്കുള്ള? തോക്കും ഫീസ് അവൻ്റെ സ്കൂളിന്റെ ഫീ അടക്കാനാണ്. ഹസുട്ടി ഇതാ പപ്പാൻ്റെത് മാറ്റി വെക്കുന്ന ക്യാഷ് ആട്ടോ. എന്റെതാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2000 അല്ലെങ്കിൽ 3000 എന്നൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിലായിട്ടും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഈ എണ്ണി കൊടുത്തതിന് എനിക്ക് കിട്ടിയ ചിലവ് എന്ന് പറഞ്ഞാൽ ഇതാ എനിക്ക് അതിലുള്ള ഏറ്റവും ചെറിയ ക്യാഷ് എനിക്ക് തന്നിട്ടുണ്ട്. ഇത് നീ എടുത്തോന്ന് പറഞ്ഞിട്ട് 200 രൂപ ഉണ്ട് കേട്ടോ. 10 രൂപ 20 രൂപ ആയിട്ട് 200 രൂപ ഞാൻ എൻ്റെ ഒരു കൂലിയാണ്. പൈസ എണ്ണി കൊടുത്തതിൻ്റെ കൂലി ഇട്ട് ഗൈസ്. അപ്പോൾ ഇത് എത്ര ഉണ്ട് ഇക്ക? 26,900 ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനാട്ടിലും 26 സംതിങ്ങിന് എനിക്കൊരു സ്വർണ്ണമൊക്കെ കിട്ടും. പോയി ജ്വല്ലറി പോയാലോ?
അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ കുറ്റി പൊളിച്ചപ്പോഴുള്ള ക്യാഷ്. അപ്പോൾ ഈ ഒരു ക്യാഷ് ഇക്ക എനിക്ക് തന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെ. ഇതൊക്കെ എനിക്കടുത്ത് തരാന്ന് ചോദിച്ചാൽ നിങ്ങൾ തരൂലേ? അപ്പോൾ അപ്പോൾ ഇതാട്ടോ നമ്മൾ 26 എത്ര ഉണ്ടെങ്കിൽ 26 രൂപ ഈ കാണുന്നത്. അപ്പം ഇക്ക അപ്പോഴും ചില ടൈമിലൊക്കെ വരുമ്പം 100, 50, 500 ആയിട്ട് ഇട്ട് വെച്ച സമ്പാദ്യമാണ്. കാരണം നമ്മളിങ്ങനത്തെ ക്യാഷ് പെട്ടെന്ന് നമ്മളടുത്ത് കഴിയും. പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ കുറ്റിയിലിട്ടച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇക്കാടെ ഇത് കണ്ടിട്ട് ഞാനും ഒരു കുറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ 8000 രൂപയെ 9 രൂപയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ഞാൻ ഇട്ടാണ്, പക്ഷെ ആ ഒരു കണക്ക് എനിക്കറിയാം. പക്ഷെ ഇക്കാടെ ഇതിൽ ഇത്ര ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ക്യാഷ്. അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് കാണിച്ചതാണ്. കാരണം നമുക്ക് ആർക്കും പറ്റും, പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കില്ല. ഒരു 10 രൂപ ഇങ്ങനെ മാറ്റി വെച്ചാൽ അത് ഇതുപോലെ എണ്ണുമ്പോൾ വലിയൊരു സംഖ്യ ആയിട്ട് മാറില്ലേക്കാ. 10, 20 നമ്മൾ മൈൻഡില്ലാതെ ആക്കി പോകുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങൾ അത് വലിയതായി മാറും കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് യൂസ് ചെയ്യാൻ മാത്രം ക്യാഷ് ആയി. കാരണം ഇക്ക 50, 100 ഇട്ടതുകൊണ്ട് തന്നെ അസുട്ടിക്ക് JCB വാങ്ങാൻ ഇതാക്കാം. ഇതിക്ക് തരുന്നാ വേണ്ട, എനിക്ക് പുതിയൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ എനിക്ക് സഹായിച്ചെന്നാൽ ഇത് കളെടുത്തോളേ, എനിക്ക് വേണ്ട. അപ്പം ഇക്ക ആ ക്യാഷ് ഒട്ടിക്കാട്ടോ. നമ്മൾ ആ കട്ടായി പോയ ക്യാഷ് ഇതാ ഒട്ടിച്ച് ശരിയാക്കുന്നുണ്ട്. അത് ബാങ്ക് കൊടുത്താൽ ചേഞ്ച് ആവില്ലേക്കാ. ഇതാണ് ക്യാഷ്.